പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്തയിലേക്ക്. വേദിയിലിരുത്തി വിമർശനം. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി രാഷ്ട്രീയ വിമർശനവുമായി സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവമാണ്. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴികുത്തി മൂടിയെന്നും MT തുറന്നടിച്ചു. പ്രസംഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വേദി വിട്ടു. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിരുന്നു വേദി. ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്നു MT വാസുദേവൻ നായർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെയാണ് MTയുടെ വിമർശനം. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. നേതൃത്വ പൂജകളെ വകവയ്ക്കാതെയിരുന്ന EMS മഹാനായ നേതാവാണെന്നും അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റിയെന്നും MT. മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു. എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്ന് ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം വിവാദമായ സാഹചര്യത്തിലാണ് MTയുടെ വിമർശനം എന്നതും ശ്രദ്ധേയം. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വാക്കുകൾ പിണറായി ഉന്നം വെക്കുന്നതാണെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. 24 കോഴിക്കോട്. മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ രണ്ടിടത്ത് കരിങ്കൊടി. കൊണ്ടോട്ടി പുളിക്കലിലും മച്ചിങ്ങൽ ബൈപ്പാസിലുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാട്ടിയത്. പുസ്തക പ്രകാശന ചടങ്ങിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. നിലപാടിൽ ഭിന്നത. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. ഹൈക്കമാൻഡിനൊപ്പമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. അയോധ്യ തീർത്ഥയാത്ര പദ്ധതിക്ക് ഛത്തീസ്ഗഡ് സർക്കാർ അംഗീകാരം നൽകി. ചടങ്ങ് ബഹിഷ്കരിക്കുന്ന കോൺഗ്രസിനെ 2024 തെരഞ്ഞെടുപ്പിൽ ജനം ബഹിഷ്കരിക്കുമെന്ന് BJP വിമർശിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയരുകയാണ്. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വീരഭദ്ര സിംഗിന്റെ മകൻ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് തന്റെ ധർമ്മമാണെന്നാണ് വിക്രമാദിത്യ സിംഗിന്റെ നിലപാട്. धन्यवाद करना है राष्ट्रीय स्वयंसेवक संघ का, विश्व हिंदू परिषद का, कि उन्होंने मुझे और मेरे परिवार को ये सम्मान दिया है. और 22 तारीख को जिस दिन माननीय प्रधानमंत्री जी अयोध्या में होंगे उस दिन का निमंत्रण हमें दिया गया है. ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അതേസമയം ത്രേതായുഗത്തിലെ രാവണന്റെ മനോഭാവമാണ് കോൺഗ്രസിനെന്നും കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധരെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാവ് LK അദ്വാനി പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ അറിയിച്ചു. രാംലാല ദർശൻ സ്കീം എന്ന പേരിൽ അയോധ്യ തീർത്ഥാടനത്തിനുള്ള പദ്ധതി ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ചു. പ്രതിവർഷം 25,000 തീർത്ഥാടകർക്ക് അയോധ്യ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതികരണവുമായി നേതാക്കൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് മതത്തെ രാഷ്ട്രീയവത്കരിക്കാനാണ് BJP ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിൽ ആശ്വാസമുണ്ട് എന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഷാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. ഇടതുപക്ഷ സ്വാധീനമാണ് കോൺഗ്രസിന്റെ നിലപാട് മാറ്റത്തിന് കാരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് തീരുമാനം ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കാനുമാണ്
BJP ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവിടെ രാമക്ഷേത്ര ഉദ്ഘാടനം കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് BJP ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ്. NSSന് പിന്നാലെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ച SNDP പ്രാൺപ്രതിഷ്ഠ അഭിമാനമുയർത്തുന്ന ആത്മീയ മുഹൂർത്തമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും വീടുകളിൽ ദീപം തെളിയിക്കണം. നേരത്തെ RSS പ്രാന്തീയ കാര്യകാരി AR മോഹനിൽ നിന്ന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുവാങ്ങി. സിറോ മലബാർ സഭയുടെ പുതിയ ഇടയൻ സ്ഥാനമേറ്റു. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന സ്ഥാനാരോഹണ കർമ്മങ്ങളിലും വിശുദ്ധ ബലിയിലും സഭയിലെ മെത്രാന്മാരും വൈദികരും അൽമായരും പങ്കെടുത്തു. അനുമോദന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പേർ ആശംസ അറിയിച്ചു. സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ. സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നത്. ലത്തീൻ സഭയുടെ സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയുടെ മുറിമുടക്കാൻ മാർ റാഫേൽ തട്ടിലിന് കഴിയുമെന്ന് കുർബാന സന്ദേശത്തിൽ മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. അതാണ് പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തി. ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടത് മുറിമുടക്കുന്ന ഒരു പിതാവിനെയാണ് എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചപ്പോൾ റഫായേൽ എന്ന പേരുകാരനല്ലാതെ വേറൊരു പേരുകാരനെയും ഈ കാലഘട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പാക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ വിവിധ സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരും ആശംസകൾ അറിയിച്ചു. നാളെ മുതൽ മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സിനഡിൽ സഭയിലെ മറ്റു വിഷയങ്ങൾ ചർച്ചയാകും. എബിൻ ജോസ്, 24, കൊച്ചി. ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തെറ്റ് ചെയ്തതായി കരുതുന്നില്ലെന്ന് സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള അനുമോദന സമ്മേളനത്തിലായിരുന്നു പരാമർശം. ചക്രവാളത്തിൽ അസ്തമിക്കുന്ന ഒരാളല്ല, ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് മാർ ജോർജ് ആലഞ്ചേരിയെന്നും ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സിറോ മലബാർ സഭയെ നയിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല. പിതാവ് അത്രക്കേറെ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ പിതാവ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് പിതാവ് തെറ്റ് ചെയ്തതിന്റെ പേരിലാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിക്കാൻ അട്ടിമറി ശ്രമങ്ങൾ നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ഹാജരാക്കിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന പ്രസ്താവനയിൽ MV ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം 17 പരിഗണിക്കും. പോലീസിനും തിരുവനന്തപുരം ജനറൽ ആശുപത്രി RMOക്കുമെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യാജ സർട്ടിഫിക്കറ്റാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് VD സതീശൻ. ജനറൽ ആശുപത്രിയിലാകുമ്പോൾ ഇവരെല്ലാവരും കൂട്ടിക്കാണ്. എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 എന്നിട്ട് നോർമലായി എഴുതി RMO.
സ്വാധീനിക്കുന്ന രീതിയാണ്. എന്ത് തോന്നിവാസമാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന പരാമർശത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ, ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. രാഹുലിന്റെ അറസ്റ്റിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഡയറക്ഷനാണ്. അത് വളരെ ക്ലിയർ ആണല്ലോ. കേസ് കൊണ്ട് വാമൂടാനാണെങ്കിൽ അത് നടക്കില്ലെന്ന് പിണറായി വിജയനോടും പോലീസിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പ്രതിപക്ഷാരോപണങ്ങൾ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. നേതൃത്വത്തിന്റെ ഭാഗമായവർക്ക് ആർജവം വേണമെന്നും പാർട്ടി സെക്രട്ടറി. നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ആർജവം വേണം. കേസൊക്കെ ഉണ്ടാവും, അത് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും, അല്ലാതെയും വരും, പല രീതിയിലും കേസ് വരും. ആ കേസിനെ അഭിമുഖീകരിക്കണ്ടേ? അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിലിൽ കയറാൻ പറ്റില്ല, എനിക്ക് അസുഖമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ അങ്ങനെ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതാ കാര്യം, ഞങ്ങളാരും പറഞ്ഞതല്ല. രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അതിനിടെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഈ മാസം 17-ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത് പരിഗണിക്കും. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് ആവശ്യം കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കുമെന്ന് മുസ്ലിം ലീഗ്. അധിക സീറ്റിന് പാർട്ടിക്ക് അർഹതയുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഘടകകക്ഷികളുടെ ആവശ്യം പരിശോധിക്കുമെന്നായിരുന്നു മുന്നണി കൺവീനർ MM ഹസന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന UDF ഈ മാസം 25 മുതൽ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കും. ലീഗിന്റെ അധിക സീറ്റ് ആവശ്യവും കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അവകാശവാദവുമായിരിക്കും ചർച്ചകളിൽ പ്രധാനം. 3 സീറ്റുകൾ വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഇന്നും ആവർത്തിച്ചു. ഉഭയകക്ഷി ചർച്ചയിൽ വിഷയം അവതരിപ്പിക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് ചർച്ചയിലൂടെ കൂടുതൽ സീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ UDFന്റെ വിജയം ഉറപ്പുവരുത്തണമല്ലോ. അപ്പോൾ അതിനെന്തെല്ലാമാണോ ആവശ്യം അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ പരിശോധിക്കുമെന്നായിരുന്നു മുന്നണി കൺവീനർ MM ഹസന്റെ പ്രതികരണം. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയെന്നും ഹസൻ. ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അനൈക്യമോ കൊണ്ട് ആ വിജയത്തിന് ഒരു തരത്തിലും ഓട്ടം തട്ടാൻ അനുവദിക്കില്ല. അത് സീറ്റ് ചർച്ചയിലും ഉഭയകക്ഷി ചർച്ചയിലും എല്ലാ കക്ഷികളുടെയും മനസ്സ്. ഇന്നലെ അത് UDF യോഗത്തിൽ എല്ലാവരും അത്തരമൊരു ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം ഏറ്റെടുത്ത് പകരം പത്തനംതിട്ട കേരള കോൺഗ്രസിന് നൽകുന്നത് സംബന്ധിച്ച് ചില ആലോചനകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അധിക സീറ്റിന് ലീഗ് അർഹരാണെന്ന് അംഗീകരിച്ചുകൊണ്ടുതന്നെ 3ാം സീറ്റ് ആവശ്യം കോൺഗ്രസ് തള്ളാനാണ് സാധ്യത. 25 മുതൽ ആരംഭിക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിലും KPCC ജാഥയ്ക്കിടെ ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിലുമാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനത്തിലെത്തുക. ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളിൽ കോൺഗ്രസിനും സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റിടങ്ങളിൽ സിറ്റിംഗ് MPമാരെ തന്നെ രംഗത്തിറക്കാനാണ് സാധ്യതകൾ അധികവും. 24 തിരുവനന്തപുരം. കോട്ടയത്ത് നടന്ന മാർച്ചിനിടെ പോലീസ് അടിവയറ്റിൽ ചവിട്ടിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ്. ചങ്ങനാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി നിജു വാണിയപ്പുരയ്ക്കലാണ് പരാതിക്കാരൻ. ഇടുക്കി കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ CPIM DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ വയനാട്ടിൽ നടന്ന കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെയാണ് ചങ്ങനാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി നിജു വാണിയപ്പുരയ്ക്കലിന് ചവിട്ടേറ്റത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നതിനിടെ ചവിട്ടിയെന്നാണ് ആരോപണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിജു. ഇടുക്കി കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച CPIM DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ, DYFI നേതാവ് നിഖിൽ എന്നിവർക്ക് പുറമെ കണ്ടാലറിയാവുന്ന 4 DYFI പ്രവർത്തകർക്കെതിരെയാണ് കേസ്. മൂവാറ്റുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ വയനാട്ടിലും പ്രതിഷേധമുയർന്നു. SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടായി. പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. 24 കോട്ടയം. ഒളിവിൽ ആരുടെ തണൽ?
വിദേശത്ത് തെരച്ചിൽ നടത്തുമ്പോഴും കൈവെട്ട് കേസ് പ്രതി സവാദ് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. 8 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ സവാദ് പിന്നീട് കേരളം വിട്ടുപോയിട്ടില്ല. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന് ചേർത്തിരുന്നതാണ് പ്രതിയെ കുടുക്കിയത്. കാസർഗോഡ് SDPI നേതാവിന്റെ മകളെ വിവാഹം ചെയ്ത സവാദ് വിവാഹശേഷം കേരളത്തിൽ തന്നെ തങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കൈവെട്ട് കേസ് പ്രതി സവാദിന് കണ്ണൂരിൽ താമസിക്കാൻ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ സഹായം ചെയ്തു. വളപട്ടണം, വിളക്കോട്ടൂർ, ബേരം എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ച പ്രതിക്ക് മരപ്പണിക്കാരനായി തൊഴിൽ ഉറപ്പാക്കിയതും SDPI നേതൃത്വമാണെന്ന് NIA വ്യക്തമാക്കുന്നു. ഇതിനിടെ സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്നറിഞ്ഞത് ഇന്നലെയാണെന്നും ഷാജഹാൻ ആണെന്ന് പറഞ്ഞാണ് വിവാഹം കഴിച്ചതെന്നും സവാദിന്റെ ഭാര്യാപിതാവ് അബ്ദുറഹ്മാൻ. പേര് ഷാജഹാൻ ഉണ്ടായത്. പിന്നെ ഒരു താമസിച്ചത് ഇവിടെ വളപട്ടണം മണ്ണ. ഇവിടെ ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. പിന്നെ ഇങ്ങനെ ഇടയിടെ പറഞ്ഞു അവർ പ്രസവിക്കുമ്പോർക്ക് വന്ന്. അതേസമയം ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന ചേർത്തിരുന്നതാണ് NIA അന്വേഷണത്തിൽ നിർണായകമായത്. ഇതിനു പുറമെ സവാദിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളും നിർണായകമായി. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടക്കും. പിന്നാലെയാകും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ. ശ്രീകാന്ത്, 24, കൊച്ചി. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ഈ മാസം 31 രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപനം. ഫെബ്രുവരി 9 വരെയാണ് ബജറ്റ് സമ്മേളനം. ഈ മാസം 31 രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2024-25 വർഷത്തെ കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ വമ്പൻ പദ്ധതികൾ ബജറ്റിലുണ്ടാകും. രാജ്യത്തെ വനിതകളെയും കർഷകരെയും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളായിരിക്കും കൂടുതലായി ഉൾപ്പെടുത്തുക എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമ്മേളനമായതുകൊണ്ട് തന്നെ ഭരണ പ്രതിപക്ഷ വാഗ്വാദങ്ങളും ഉണ്ടാകും. ഭരണപക്ഷം സർക്കാർ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ മോദി സർക്കാരിനെതിരെ വിമർശനങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് ഉയരും. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങും സഭയിൽ ചർച്ചാ വിഷയമാകും. 24 ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക് ഇനി ശബരിമല വാർത്ത. നിയന്ത്രണങ്ങളെ തുടർന്ന് ശബരിമലയിലെ തിരക്ക് കുറഞ്ഞു. സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നതോടെ വലിയ നടപ്പന്തൽ ഉൾപ്പെടെ കാലിയായി. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡ്, പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി യോഗം ചേർന്നു. മകരജ്യോതി ദർശിക്കാനെത്തുന്ന തീർത്ഥാടകർ തമ്പടിക്കാൻ സാധ്യതയുള്ള 10 കേന്ദ്രങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. എരുമേലി പേട്ടത്തുള്ളലിന്റെ ഭാഗമായി നടക്കുന്ന ചന്ദനക്കുട ഘോഷയാത്ര തുടങ്ങി. പ്രൈം ടൈം ന്യൂസിൽ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. എം വിജിൻ MLAയോട് മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SI PP ഷമീൽ അവധിയിൽ. ഉദ്യോഗസ്ഥൻ അവധിയിൽ പോയത് വകുപ്പുതല നടപടിയുണ്ടാകുമെന്ന അഭ്യൂഹത്തിനിടെ. എറണാകുളം CPIയിൽ പരസ്യപ്പോര്. തനിക്കെതിരായ നടപടിക്ക് പിന്നിൽ ജില്ലാ സെക്രട്ടറിയുടെ പിടിവാശിയെന്ന് P രാജു. അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭാവം ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെട്ടു. ജോർജ് ഉണ്ണുണ്ണി കൊലക്കേസ് പ്രതികളെ പത്തനംതിട്ട മൈലപ്രയിൽ എത്തിച്ച് തെളിവെടുത്തു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിലും തടയാൻ ശ്രമമെന്ന് കോൺഗ്രസ്. ജോർഹട്ടിൽ കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് കോൺഗ്രസ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നീക്കത്തിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നതാധികാര സമിതിക്ക് കത്തയച്ചു.
മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആത്മഹത്യ ചെയ്ത കുട്ടനാട് തകഴിയിലെ കർഷകൻ KG പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ SC/ST കോർപ്പറേഷൻ നൽകിയ നോട്ടീസ് മന്ത്രി K രാധാകൃഷ്ണൻ മരവിപ്പിച്ചു. പരമാവധി ഇളവ് നൽകി വായ്പ തീർപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ബാധ്യത സർക്കാർ എഴുതിത്തള്ളണം എന്നാണ് പ്രസാദിന്റെ കുടുംബത്തിന്റെ ആവശ്യം. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്ന് എടുത്ത വായ്പ കുടിശ്ശിക ആയതിന്റെ പേരിലായിരുന്നു ജപ്തി നോട്ടീസ്. ഇത് വിവാദമായതിനെ തുടർന്ന് മന്ത്രി K രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വായ്പയിൽ പരമാവധി ഇളവുകൾ നൽകും. കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ MDയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നവംബർ 11-നാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത്. വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒറ്റത്തീർപ്പ് പരിപാടിയെ നമുക്ക് വേണ്ട. സാവകാശവും പിന്നെന്താന്ന് പറഞ്ഞാൽ ഇനി ഇത് അടയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അവരിത് ഒഴിവാക്കി തരുവാണെങ്കിൽ അത് സന്തോഷം. അല്ലാതെ ഈ ഒറ്റത്തീർപ്പെന്ന് പറഞ്ഞാൽ ഒറ്റത്തീർപ്പാണ് ഞങ്ങൾക്ക് ഈ അബദ്ധം മുഴുവനും വന്നത്. ഒറ്റത്തീർപ്പാക്കൽ പദ്ധതിയിൽ വായ്പ തിരിച്ചടച്ചത് മൂലമാണ് മറ്റു ബാങ്കുകൾ പ്രസാദിന് വായ്പ നിഷേധിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന് പറയുന്നത് അതൊരു കെണിയാണ്. നമ്മൾ പൈസ അടയ്ക്കുന്നു, അവരുമായുള്ള ലോണുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഒറ്റത്തവണ തീർപ്പാക്കിയതിനു ശേഷം ആ ബാങ്കുകളിൽ നിന്ന് മറ്റ് വായ്പകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥയാണ്. 2022-ലാണ് പ്രസാദിന്റെ ഭാര്യ ഓമന കോർപ്പറേഷനിൽ നിന്ന് 60,000 രൂപ വായ്പ എടുത്തത്. ഇനി 45,000 രൂപയാണ് അടയ്ക്കേണ്ടത്. കുടുംബത്തിനാകെ 4 ലക്ഷം രൂപയുടെ കടമുണ്ട്. കൃഷിയിലൂടെയാണ് ബാധ്യതകൾ ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. പ്രസാദ് മരിച്ച് ഇന്ന് 2 മാസം പൂർത്തിയായിട്ടും സർക്കാരിൽ നിന്ന് ഇതുവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. 24 ആലപ്പുഴ. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.